നമസ്കാരം. എൻ്റെ പേര് സജി. ഞാൻ ദയാവിഷൻ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാട് സർക്കാർ യൂണിവേഴ്സിറ്റിയായ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ അംഗീകാരം സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ യൂണിവേഴ്സിറ്റിയാണ്. തമിഴ്നാട് സർക്കാർ യൂണിവേഴ്സിറ്റിയാണ് അണ്ണാമലൈ യൂണിവേഴ്സിറ്റി. 2022 മാർച്ചിൽ UGC ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കുകയാണ്. ആ പബ്ലിക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്, അണ്ണാമലൈ യൂണിവേഴ്സിറ്റി തമിഴ്നാടിന് പുറത്ത്, അതായത് അവരുടെ സ്റ്റേറ്റ് ജൂറിഡിക്ഷൻ പരിധിക്ക് പുറത്ത് പരീക്ഷ നടത്തുന്നത് കൊണ്ട് അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം 2015 മുതൽ 21 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് UGCയുടെ അംഗീകാരം ലഭിക്കില്ല എന്ന രീതിയിലാണ് ഒരു പബ്ലിക് നോട്ടീസ് ഇറക്കിയത്. സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയിലായി. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ അവരുടെ ഒരു ഡിഗ്രി പഠനത്തിൻ്റെ 3 വർഷം, അവരുടെ പ്രധാനപ്പെട്ട 3 വർഷം, PGക്കാണെങ്കിൽ 2 വർഷം എല്ലാം ചെലവഴിച്ച് നേടിയ സർട്ടിഫിക്കറ്റ് ഒരു വാല്യൂ ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആശങ്കയിലാകും. നിരവധി ഒരുപാട് വിദ്യാർത്ഥികളുടെ പരാതികൾ യൂണിവേഴ്സിറ്റിക്ക് പോയി. യൂണിവേഴ്സിറ്റി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതി 2021 പകുതിയോടുകൂടി ഒരു ഉത്തരവ് ഇറക്കി. മദ്രാസ് ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്, 2015 മുതൽ അഡ്മിഷൻ എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും UGC അംഗീകാരം നൽകാനും ഇനി അങ്ങോട്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ UGC നിഷ്കർഷിക്കുന്ന രീതിയിൽ തമിഴ്നാട് സ്റ്റേറ്റിൽ മാത്രം നടത്താനും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. എന്നാൽ UGC ഈ ഉത്തരവിനെതിരെ 2023 തന്നെ സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ നൽകുകയും, ഇനി ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതോടൊപ്പം തന്നെ പല യൂണിവേഴ്സിറ്റികൾക്കും, തമിഴ്നാട്ടിലെ പ്രമുഖമായിട്ടുള്ള മറ്റ് പല യൂണിവേഴ്സിറ്റികൾക്കും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും, അതായത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി, അളഗപ്പ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തമിഴ്നാട്ടിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികൾക്കെല്ലാം ഈ പ്രശ്നങ്ങൾ വന്നു. കാരണം അവരെല്ലാം കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ പരീക്ഷ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഈ പ്രശ്നങ്ങൾ വന്നു. എന്നാൽ നമ്മുടെ ഇവിടുത്തെ മീഡിയകൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ ഈ വിദ്യാർത്ഥികൾക്കൊന്നും ലഭിച്ചിട്ടുമില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒന്ന് നോക്കുന്നത്, ഇതൊരു സർക്കാർ യൂണിവേഴ്സിറ്റിയാണ്, തമിഴ്നാട് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണ്. രണ്ടാമത്, 2015 മുതൽ 21 വരെയുള്ള കാലഘട്ടങ്ങളിൽ, 22 വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിക്കും ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്കും മദ്രാസ് യൂണിവേഴ്സിറ്റി, അതുപോലെ അളഗപ്പ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട കോഴ്സുകൾക്ക് കേരളത്തിൽ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അഥവാ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അംഗീകാരമില്ലാത്ത, UGCയുടെ അംഗീകാരമില്ലാത്ത ഒരു കോഴ്സ് നടത്താൻ ഈ സർക്കാർ യൂണിവേഴ്സിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി കേരളത്തിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഇവരുടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റിലെ വിദ്യാർത്ഥികളല്ല. വിദ്യാർത്ഥികൾ ഇവിടെ നിരപരാധികളാണ്. അവരിവിടെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്ന ഫീസ് അടച്ച് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള പരീക്ഷ എഴുതി കൃത്യമായി പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിയവരാണ്. അല്ലാതെ ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലിക്ക് ശ്രമിക്കുന്നവരോ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവരോ അല്ല. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ പ്രമുഖരായ പല മീഡിയകളും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി വഞ്ചിച്ചതാണോ UGC വഞ്ചിച്ചതാണോ
എന്ന് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നില്ല. ഇവിടെ നഷ്ടം വന്നിരിക്കുന്നത് വിദ്യാർത്ഥിക്ക് മാത്രമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വിദ്യാർത്ഥികൾ ഈ അണ്ണാമലൈ യൂണിവേഴ്സിറ്റി പഠിച്ചവരായിക്കോട്ടെ, ഭാരതിയാർ യൂണിവേഴ്സിറ്റി പഠിച്ചവരായിക്കോട്ടെ, മദ്രാസ് യൂണിവേഴ്സിറ്റി പഠിച്ചവരായിക്കോട്ടെ, ഇങ്ങനെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയത്തിനെതിരെ പ്രതികരിക്കാൻ സംഘടിതരല്ല എന്നതാണ്. പല ഭാഗങ്ങളിലായി, പല ജില്ലകളിൽ പല ഭാഗങ്ങളിലായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇവർക്ക് UGCയുടെ ഈ പ്രശ്നം കാരണം അവർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ ലഭിക്കാതെ പോകുന്ന നിരവധി ആളുകളുണ്ട്. PSC മുഖേന നിരവധി പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർട്ടിഫിക്കറ്റ് പരിശോധന സമയത്ത് UGC അംഗീകാരം ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ സർട്ടിഫിക്കറ്റ് തള്ളിക്കളയുന്ന പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ ഉപരിപഠനത്തിന്, പലതരത്തിലുള്ള ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുമാത്രമല്ല, ഈ 2015-നും 2021-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങി ഉപരിപഠനം നടത്തി ആ സർട്ടിഫിക്കറ്റിന് മൂല്യം ലഭിക്കാത്ത അവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരു വളരെ നിസ്സഹായമായ ഒരവസ്ഥയിലാണ് നമ്മുടെ വിദ്യാർത്ഥികളുള്ളത്. എനിക്ക് ഇവിടെ ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, അവർ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചവരായിക്കോട്ടെ, നമ്മൾ ഇന്ന യൂണിവേഴ്സിറ്റി എന്ന് ഇനി മാറ്റി നിർത്താതെ ഈ കാലയളവിൽ തമിഴ്നാട് സർക്കാർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി നിൽക്കുകയും, അതേപോലെ പൊതുസമൂഹം ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയവരല്ല. ഇവർ കൃത്യമായി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത്, അതായത് സർക്കാർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത് യൂണിവേഴ്സിറ്റി പറയുന്ന ഫീസും അടച്ച് അവർ പറയുന്ന രീതിയിൽ കൃത്യമായി പരീക്ഷ എഴുതി പാസ്സായി നേടിയ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അങ്ങനെ UGC ഈ ഇത്രയും വർഷം ഒന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിക്കെതിരെ ഞാൻ എടുത്തു ചോദിക്കുകയാണ്, യൂണിവേഴ്സിറ്റിക്കെതിരെ UGC എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുവരെയുള്ള മുഴുവൻ കുട്ടികൾക്കും വാല്യൂ കിട്ടില്ല എന്ന് UGC പറയുമ്പോൾ ഇതിൻ്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. ഈ വിദ്യാർത്ഥികളെ എങ്ങനെ ഈ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അഡ്മിഷൻ കൊടുത്തു ഈ കാലയളവിൽ? അതുപോലെ ഈ കാലയളവിൽ കേരളത്തിലേതുൾപ്പെടെയുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റികളെ ഈ അംഗീകാരമില്ലെങ്കിൽ എന്തിന് നമ്മുടെ കുട്ടികൾക്ക് ഈക്വലൻസി കൊടുത്തു? അപ്പോൾ ഇതൊരു പൊതു വിഷയമാണ്, വളരെ മാനുഷികമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. UGCയുടെ ഈ നിലപാട് കാരണം വിദ്യാർത്ഥികൾക്കുണ്ടായ നഷ്ടം ആര് പരിഹരിക്കും എന്നതാണ് ഒരു ചോദ്യചിഹ്നം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥി അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അവരുടെ ഈ കോഴ്സുകൾക്ക് ഇവിടെ ഈക്വലൻസി കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്കിതിന് അംഗീകാരമില്ല എന്ന് പറയുമ്പോൾ ആര് സംരക്ഷിക്കും ഈ കുട്ടികളെ? UGCക്കും ഇതിൽ ഉത്തരവാദിത്തമില്ലേ? UGC ഈ യൂണിവേഴ്സിറ്റികൾ ഇത്രയും കാലം കോഴ്സ് നടത്തിയപ്പോൾ ഇതൊന്നും വിലക്കാതിരുന്നിട്ട് അവസാനം നഷ്ടം വിദ്യാർത്ഥികൾക്ക് മാത്രം വരുന്ന രീതിയിൽ ഒരു ഒഫീഷ്യൽ ഓർഡർ പുറത്തിറക്കിയതുകൊണ്ട് വിദ്യാർത്ഥിക്ക് മാത്രമല്ലേ നഷ്ടം വന്നിരിക്കുന്നത്? വിദ്യാർത്ഥി അടച്ച ഫീസ്, വിദ്യാർത്ഥിക്ക് നഷ്ടപ്പെട്ട അവൻ്റെ ഭാവി, ഇതൊക്കെ ആര് തിരിച്ചു കൊടുക്കും? അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതൊരു മാനുഷിക പരിഗണനയോടുകൂടി UGCയും പരിഗണിക്കണം. അതുപോലെ നിർഭാഗ്യവശാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വർഷങ്ങളായിട്ട് ഈ കേസ് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. പാവപ്പെട്ട ഒരുപാട് വ്യക്തികളുടെ അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ പ്രൊമോഷൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോകുന്നു, അവർക്ക് ഉപരിപഠനത്തിൻ്റെ അവരുടെ സമയം നഷ്ടപ്പെട്ടു പോകുന്നു. വളരെ വൈകി എത്തുന്ന നീതി നിഷേധമാണെന്ന് പറയുന്നത് പോലെ ഇതൊരു നീതി നിഷേധത്തിന് തുല്യമാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഈ വിദ്യാർത്ഥികൾ, ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച മുഴുവൻ വിദ്യാർത്ഥികളും സംഘടിച്ച് നിന്ന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി, പൊതുസമൂഹവും നമ്മുടെ ഈ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മീഡിയകളൊന്നും ഈ വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്ന നഷ്ടമൊന്നും ആരും പറയുന്നില്ല. അവരെല്ലാം പറയുന്നത് UGC അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നു, ആ രീതിയിലാണ് പറയുന്നത്. ഈ വിതരണം ചെയ്യുന്ന പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിനെ നിയന്ത്രിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് യാതൊരു അധികാരവുമില്ല. ഒരു യൂണിവേഴ്സിറ്റിയോട് പോയിട്ട് ഇങ്ങനെ കോഴ്സ് ചെയ്യരുതെന്ന് പറയാൻ ഒരിക്കലും ഒരു വിദ്യാർത്ഥിക്ക് പറ്റില്ല. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് UGC ആയിരുന്നു. UGC അത് കൃത്യസമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾ ഈ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കില്ലായിരുന്നു.
അപ്പോൾ ഇതുവരെ അഡ്മിഷൻ എടുത്ത് ഇത്രയും വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് പരിഗണിക്കേണ്ടത്. ഒന്നാമത് ഇതിൽ ഇത്രമാത്രം വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്ന കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവർക്ക്, ഞാൻ ഒരു നിയമ വിദഗ്ധനൊന്നുമല്ല എങ്കിലും നമുക്ക് നിയമവിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മെൻഷനിങ്, അതുപോലെ ഇൻ്റർവെൻഷൻ, ആപ്ലിക്കേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്രോതസ്സുകൾ സുപ്രീം കോടതിയിൽ നമുക്കൊരു നിയമ വിദഗ്ധനെ വെച്ചിട്ട് ചെയ്ത് വളരെ പെട്ടെന്ന് ഈ കേസ് പരിഗണിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ എത്തിക്കണമെങ്കിൽ ഇത്രമാത്രം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു പൊതുവിഷയമാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഈ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച വിദ്യാർത്ഥികളെല്ലാവരും ആദ്യം ഒന്നിച്ചു നിന്ന് വളരെ സംഘടിച്ച് നല്ലൊരു അഡ്വക്കറ്റിനെ, കാരണം നമ്മളെ ആരാണ് പറ്റിച്ചത്? യൂണിവേഴ്സിറ്റിയാണോ? UGC ആണോ? നമ്മൾ നിരപരാധികളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സംഘടിച്ച് നിന്ന് വളരെ പെട്ടെന്ന് ഈ കേസിൽ സുപ്രീം കോടതി ഒരു തീർപ്പാക്കാൻ നമുക്ക് കൂടി കക്ഷി ചേർന്നുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെൻഷനിങ് എല്ലാം ഒരു നിയമപരമായ ഒരു സാങ്കേതികമായ വാക്കാണ്. അതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മൾ എല്ലാവരും സംഘടിച്ച് നിൽക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, ഒരുപാട് കോളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും എനിക്ക് വരാറുണ്ട്. അപ്പം നമ്മൾ പല യൂണിവേഴ്സിറ്റികൾ, ഞാൻ പറയുന്നത് ഞാൻ അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയാണ്, മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്, ഇങ്ങനെ മാറി മാറി നിൽക്കാതെ ഇതെല്ലാവരെയും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് എല്ലാവരും സംഘടിച്ച് നിന്ന് നമുക്ക് അവകാശപ്പെട്ടത്, നമുക്ക് അർഹതപ്പെട്ടതാണ്. കാരണം നമ്മൾ ഒരിക്കലും ഒരു പൈസ കൊടുത്ത് വാങ്ങിയ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ല ഇത്. നമ്മൾ പരീക്ഷ എഴുതി പാസ്സായ സർട്ടിഫിക്കറ്റാണ്. നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തല ഉയർത്തി നിൽക്കേണ്ട, ഒരു അഭിമാനത്തോടെ നിൽക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് ആരും ഇതിൽ മാറി നിൽക്കേണ്ടതില്ല. എനിക്ക് പരിചയമുള്ള ഒരു വിദ്യാർത്ഥിനി ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ ഈക്വലൻസിക്ക് പോയപ്പോൾ ഒക്കെ അവരൊക്കെ വളരെ പുച്ഛത്തോടെയാണ് അവരോട് സംസാരിച്ചതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ യൂണിവേഴ്സിറ്റിക്കാർ ഓർക്കേണ്ടത്, ഈ യൂണിവേഴ്സിറ്റി 2021 വരെ ഈക്വലൻസി കൊടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രം അഡ്മിഷൻ എടുത്ത ആളുകളാണ് പകുതി ആളുകളും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അർഹതപ്പെട്ടതാണ്. നമുക്ക് ഈ അർഹതപ്പെട്ട അംഗീകാരം നേടിയെടുക്കണമെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒന്നിച്ച് നിൽക്കണം, നമ്മൾ സംഘടിച്ച് നിൽക്കണം. അതുകൊണ്ട് ഇതിന് താല്പര്യമുള്ള ആളുകൾ, നിങ്ങൾ പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയും ആയിക്കോട്ടെ, തമിഴ്നാട്ടിലെ ഏത് യൂണിവേഴ്സിറ്റിയിലും ആയിക്കോട്ടെ, നിങ്ങൾ അണ്ണാമല ആയിക്കോട്ടെ, ഭാരതിയാർ ആയിക്കോട്ടെ, മദ്രാസ് ആയിക്കോട്ടെ, അളഗപ്പ ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരാണെങ്കിലും നമുക്ക് കോമൺ ആയിട്ട് ഇതുവരെയുള്ള 2021 വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും, എല്ലാ യൂണിവേഴ്സിറ്റിയുള്ള പ്രോഗ്രാമുകൾക്കും അംഗീകാരം നൽകാൻ വേണ്ടി നമുക്ക് സംഘടിക്കണം. ഞാനിവിടെ ഒരു നമ്പർ പറയാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. 9746693493. ഒന്നുകൂടി പറയാം, 97 46 69 34 93 എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൽ വിളിച്ചാൽ കിട്ടണമെന്നില്ല. വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഞാൻ മുകളിൽ, ഈ വീഡിയോൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിച്ച് സംഘടിച്ച് നിൽക്കുക. അതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകൾ, നമുക്ക് 20 MP-മാരില്ലേ, MP-മാരുടെ അടുത്തും അതേപോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തൊക്കെ ഈ വിഷയം എത്തിക്കണം. ഇതൊരു പൊതുവിഷയമായിട്ട് പരിഗണിക്കപ്പെടണം. കാരണം എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന. അവരെ ഒറ്റപ്പെടുത്താൻ കഴിയില്ല. അതേപോലെ എനിക്ക് പറയാനുള്ളത്, 1000 1500 ഒക്കെ കുട്ടികളെ പഠിപ്പിച്ച സ്ഥാപനങ്ങളുണ്ട് അഡ്മിഷൻ കൊടുത്ത്, അണ്ണാമലയ്ക്കും ഭാരതിയാറിനൊക്കെ. ആ സ്ഥാപനങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങണം. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളെ ഒരു പെരുവഴിയിൽ നിർത്തരുത്. അവരെ ചേർത്ത് പിടിക്കണം, അവരുടെ ഒപ്പം നിൽക്കണം. ഞങ്ങളുമായും സഹകരിക്കാൻ പറ്റുന്നവരൊക്കെ ഞങ്ങളുമായിട്ട് സഹകരിക്കുക. നമുക്ക് അർഹതപ്പെട്ട ന്യായമായ അംഗീകാരം നമുക്ക് വാങ്ങിയെടുക്കാം. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പലർക്കും പല മേഖലകളിലും നല്ല അത്യാവശ്യം അറിവുള്ളവരുണ്ടാവും. ചിലർ നിയമപരമായിട്ട് അറിവുള്ളവരുണ്ടാവും, ചിലർ രാഷ്ട്രീയത്തിൽ അത്യാവശ്യം പരിചയക്കാരൊക്കെ ഉള്ളവരുണ്ടാവും.
അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വിദ്യാർത്ഥികൾ ഒരിക്കലും ഒരു ഓട് പൊളിച്ച് പോയി ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നവരല്ല. ഇവർ കൃത്യമായി യൂണിവേഴ്സിറ്റി പറയുന്ന ഫീസ് അടച്ച്, യൂണിവേഴ്സിറ്റി പറയുന്ന സിലബസ് പഠിച്ച്, പരീക്ഷ എഴുതി പാസ്സായി വാങ്ങിയ സർട്ടിഫിക്കറ്റാണ്. ഇവർക്ക് എല്ലാ അംഗീകാരങ്ങളും കിട്ടണം. ഇനി അതല്ല എങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കാം, ഇവർക്ക് അർഹമായിട്ടുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി അംഗീകാരമില്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് ഈ കോഴ്സ് നടത്തിയതെങ്കിൽ ആ യൂണിവേഴ്സിറ്റിക്കെതിരെ നടപടിയെടുക്കുകയും വിദ്യാർത്ഥികളോട് വാങ്ങിയിട്ടുള്ള ഫീസ് ഉൾപ്പെടെ തിരിച്ചു കിട്ടാനുള്ള സംവിധാനങ്ങളാക്കുകയും വേണം. ആരും ആശങ്കപ്പെടേണ്ടതില്ല. നമുക്ക് തീർച്ചയായിട്ടും 100% നമുക്ക് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതി വിധി വരുമെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അത് ഒരുപാട് നീണ്ടുപോകാതെ നോക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഞാൻ മുമ്പ് പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് സംഘടിച്ച് നിൽക്കാം, നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം, നമുക്ക് വിജയിക്കാം.